പ്രസ്താവനയാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പു നിറത്തിൽ കാണുന്നു. കാരണം ചുവപ്പു നിറത്തിന് തരംഗദൈർഘ്യം കുറവായതിനാൽ വിസരണം കുറവാണ്. അതിനാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ചുവപ്പു നിറം നഷ്ടപ്പെടുന്നില്ല. ഇതിലെ ആൻസർ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ്. നോക്കാം. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുമ്പോൾ ചുവപ്പു നിറത്തിന് തരംഗദൈർഘ്യം കുറവായതിനാൽ വിസരണം കുറവാണ്. അതിനാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ചുവപ്പു നിറം നഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ്: ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പു നിറത്തിൽ കാണുന്നു. കാരണം ചുവപ്പു നിറത്തിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ വിസരണം കുറവാണ്. അതിനാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ചുവപ്പു നിറം നഷ്ടപ്പെടുന്നില്ല. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പാണ്. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണാണ് 42.8 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ: ആവർധനം 1 കൂടുതലായാൽ പ്രതിബിംബം വസ്തുക്കളേക്കാൾ വലുതായിരിക്കും. ആവർത്തനം 1 കൂടുതലായാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. കണക്റ്റിംഗ് പോയിന്റ്സ്: പ്രതിബിംബത്തിൻ്റെ ഉയരം വസ്തുവിൻ്റെ ഉയരം തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. ആവർത്തനം 1 ആയിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വലുപ്പം പ്രതിബിംബത്തിൻ്റെ വലുപ്പവും തുല്യമായിരിക്കും. ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം മിഥ്യയും നെഗറ്റീവുമാണെങ്കിൽ പ്രതിബിംബം യാഥാർത്ഥ്യവുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: മഴവില്ലുണ്ടാകാനുള്ള കാരണങ്ങൾ ഇവയിൽ ഏതെല്ലാമാണ്? അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തരിക പ്രതിപതനം. കണക്റ്റിംഗ് പോയിന്റ്സ്: അന്തരീക്ഷത്തിലെ ജലകണികകളിൽ പതിക്കുന്ന പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് മൂലം കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് മഴവില്ല്. ഒരു ജലകണികയുടെ മുകൾ ഭാഗത്ത് അനുയോജ്യമായ കോണിൽ പതിക്കുന്ന പ്രകാശരശ്മി കണിക്കുള്ളിലേക്ക് അപവർത്തനം ചെയ്യപ്പെടുകയും തുടർന്ന് കണികയ്ക്കുള്ളിൽ തന്നെ ആന്തര പ്രതിപതനത്തിന് വിധേയമാവുകയും കണികയുടെ താഴെ കൂടി പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. പുറത്തേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ പ്രകാശരശ്മി വീണ്ടും അപവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് രശ്മികൾക്ക് അപവർത്തന ഫലമായി ഉണ്ടാകുന്ന വ്യതിയാനം മറ്റു രശ്മികളെ അപേക്ഷിച്ച് കുറവായിരിക്കും. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് രശ്മി ആയിരിക്കും ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിച്ചിട്ടുണ്ടാവുക. ഇത്തരത്തിൽ നടക്കുന്ന 2 അപവർത്തനങ്ങളുടെ ഫലമായി പ്രകാശരശ്മി പൂർണ്ണമായ ഘടകരശ്മികളായി പിരിയുന്നു. മഴവില്ലുണ്ടാകുന്നത് സൂര്യൻ്റെ എതിർദിശയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ശരിയായ പ്രസ്താവനകൾ ഏത്? ദൂരക്കാഴ്ച പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അതാണ് ശരി. ഇതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ്: ദൂരക്കാഴ്ചയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ദൂരക്കാഴ്ചയ്ക്കുള്ള കാരണങ്ങൾ: നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറയുന്നത്, ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുന്നത്, പവർ കുറവ്. അടുത്ത ക്വസ്റ്റ്യൻ: ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ 48.6 ഡിഗ്രി. കണക്റ്റിംഗ് പോയിന്റ്സ്: പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതനക്കോണാണ് ക്രിട്ടിക്കൽ കോൺ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനക്കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തരിക പ്രതിപതനം. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രകാശത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത്: ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 2.5 സെക്കൻഡാണ്. 2.5 സെക്കൻഡ്. എന്നാൽ ശരിയായത്: പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് ശൂന്യത. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഫോട്ടോൺ എന്നറിയപ്പെടുന്നു. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ്. കണക്റ്റിംഗ് പോയിന്റ്സ്: ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല.
പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്നു കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രോണൽ ആണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. കണക്റ്റിംഗ് പോയിന്റ്സ്, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് പാർസെക്. ഒരു പാർസെക്കൻഡ് 3.26 പ്രകാശവർഷമാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺ. ECG സുദർശനാണ് ടാക്കിയോൺ കണ്ടുപിടിച്ചത്.